ഇന്നൊരു യുദ്ധ പശ്ചാത്തലമുണ്ടെങ്കിലും വളരെ നേരത്തെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചൊരു ഡേറ്റാണ് ഇന്ന്. ഞങ്ങളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നൊരു ദിനമാണ്. ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും മനുഷ്യർ ഒലിച്ചുപോയ സമയത്ത് ആ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും സജീവമായി സക്രിയമായി ഇടപെട്ട DYFI ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. ആ ഇടപെടലുകൾക്ക് എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഒരു നേതൃത്വമുണ്ടായിരുന്നു. അന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ് ദുരന്തബാധിതരെ ചേർത്ത് നിർത്തും എന്നുള്ളത്. ആ ഗവൺമെൻറ്റിനോടൊപ്പം ഞങ്ങളും ചേർന്ന് നിൽക്കും എന്ന് DYFI പ്രഖ്യാപിച്ചിരുന്നു. അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞങ്ങൾ 25-ൽ കുറയാത്ത വീട് സർക്കാരുമായി ചേർന്ന് നൽകും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ ഞങ്ങൾക്ക് ഈ നിമിഷം ചാരിതാർത്ഥ്യത്തോടു കൂടി അഭിമാനത്തോടെ ആവേശത്തോടു കൂടി പറയാൻ പറ്റും, ഞങ്ങൾ 25 100 വീടിന് ആവശ്യമുള്ള 20 കോടി രൂപ കൈമാറിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ടൗൺഷിപ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ ഒരു അഭിമാനം, വലിയ സന്തോഷം അതിനോട് ചേർന്ന് നിന്ന DYFI സഖാക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ആ സന്തോഷത്തിൽ അതിൻ്റെ DYFIയുടെ ഭാഗമായതിൽ ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനബോധമുണ്ട്. സനോജ്, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് ഇത് ലോകത്തിന് മാതൃകയാകാവുന്ന ഒരു പദ്ധതി എന്നുള്ളതാണ്. ഇത് ലോകത്തിന് പല കാര്യങ്ങളിലും മാതൃകയായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു ഏറ്റവും പുതിയ ഒരു മോഡലാണ്. യഥാർത്ഥത്തിൽ ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഇപ്പോൾ കേരള സ്റ്റോറി എന്ന പേരിൽ പല വിധത്തിലും കേരളത്തെ അപമാനിക്കുന്ന പല കാര്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ റിയൽ കേരള സ്റ്റോറി എന്നാൽ ഈ കാണുന്നതൊക്കെയാണ്. ഇവിടെ വസീഫ് ഇവിടെ സൂചിപ്പിച്ചു, ഈ ദുരന്തമുണ്ടായ ആ ആദ്യ മണിക്കൂറിൽ തന്നെ DYFIയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ ഉൾപ്പെടെ എല്ലാ വിഭാഗം ആളുകളും ഇവിടെ വരികയും ഈ ദുരിതബാധിതരെ ചേർത്ത് നിർത്താൻ ആവശ്യമായിട്ടുള്ള നിരവധി ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. അപ്പോൾ സർക്കാർ ആ ഘട്ടത്തിൽ നൽകിയിട്ടുള്ള വാക്ക് ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ്. വെറുതെ കല്ലിട്ട് പോവുകയല്ല, കല്ലിട്ടിട്ടുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ യാഥാർത്ഥ്യമാകും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. കാരണം ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളന്ന് പറഞ്ഞത് സർക്കാരിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും എന്നാണ്. അല്ലാതെ DYFI പണം പിരിച്ച് ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെ ഒരു DYFI ഗ്രാമം ഉണ്ടാക്കുക എന്ന് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ല. കാരണം അവിടെ താമസിക്കുന്ന ഒരാൾക്ക്, ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരാൾക്ക് അത് സർക്കാരിൻ്റെ നിന്ന് കിട്ടുന്ന ഒരു അവകാശമായിട്ടാണ് ഫീൽ ചെയ്യേണ്ടത്. അവർക്ക് ആരുടെയെങ്കിലും ഒരു ഔദാര്യമായി ഫീൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുള്ള 100 വീട് അതിൻ്റെ ചുമരിൽ DYFI എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഏതെങ്കിലും വീടിനെ ഇത് ഞങ്ങൾ കൊടുത്ത വീടാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ള ഈ പദ്ധതിയുമായി അതിന് 100 വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായമാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത്. അതിൻ്റെ മാതൃകാപരമായ നിലയിലാണ് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് പൊതുസമൂഹം പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ DYFIയുടെ ഒരു സസ്പെൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ച് എന്താണ് സസ്പെൻസ് എന്ന് പറയാൻ തോന്നുന്നു? DYFI ഈ മനോഹരമായിട്ടുള്ള ദൗത്യത്തിൽ, നഗരം കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു ദൗത്യത്തിൽ ഞങ്ങൾ പോകുമ്പോൾ സർക്കാർ ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് പോയതെങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ DYFI 100 വീടുകൾക്കുള്ള പണം തന്ന് ഞങ്ങളെ ഏറ്റവും അഭിമാനകരമായ വിധത്തിൽ ഇതിന് പിന്തുണ നൽകി. 100 വീടുകൾ ഒരു യുവജന പ്രസ്ഥാനം, അതും 20 കോടി രൂപ ഒരു യുവജന പ്രസ്ഥാനം തരിക എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള സംഭവമാണ്. ആദ്യത്തെ സഹായം മാത്രമാണ് അത് എന്നിപ്പോഴാണ് മനസ്സിലായത്. ഇനി അതിന് പുറമെ രണ്ടാമത്തെ ഒരു സഹായം കൂടി DYFI പ്രഖ്യാപിക്കുകയാണ്. അവർ പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തും. നമ്മൾ ഒരുമിച്ച് പറയാല്ലേ, ഞങ്ങളിതാ 178 വീടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ 178 വീട്ടിലും ഓരോ TV കൂടി ഞങ്ങൾ ഇന്ന് കൊടുക്കുകയാണ്. LED TV, Google TV, ഇമ്പാക്സിൻ്റെ TV ഞങ്ങൾ ഇപ്പോൾ ഇന്നിവിടെ ഓൺ ദി സ്പോട്ടിലൂടെയൊക്കെ കൊണ്ടുവരും. മിനിസ്റ്റർ, എന്താണ് വളരെ ഇതാണ് ജനകീയമായിട്ടുള്ളൊരു മുന്നോട്ട് പോക്ക്. ഞങ്ങൾ നേരത്തെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കല്ലിടുന്നവർ മാത്രമല്ല, കല്ലിട്ടാൽ ഇട്ട കല്ലും ഒരു കല്ല് വയ്ക്കും, കല്ലോട് ചേർന്ന് പിന്നെ അതൊരു വീടാവും. ആ വീട് ഞങ്ങളുടെ ഹൃദയവികാരങ്ങളെ കൂടി കൂട്ടിച്ചേർത്ത് മനുഷ്യന് സമർപ്പിക്കും. അത്തരമൊരു മഹാദൗത്യത്തിൽ എല്ലാ മനുഷ്യരെയും കൂട്ടി നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേതെങ്കിലും വിധത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല. ദുരന്തം ആരംഭിച്ച ആ മിനിറ്റ് മുതൽ ഈ മണ്ണിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്, മലയാളി പൂർണ്ണമായിട്ടുണ്ട്. പലരും ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കിട്ടിയ കാശ് ആവശ്യമായ ആളുകളുടെ എണ്ണം വെച്ച് ഹരിച്ചാൽ, കാൽക്കുലേറ്റർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ആ കണക്ക് ഞങ്ങൾക്കറിയാം. പക്ഷെ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഈ മനുഷ്യർ മുഴുവൻ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒറ്റപ്പെട്ട് ചിത്രത്തിലില്ലാതെ
മരണപ്പെട്ടവരെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായതുപോലെ ഈ ഭൂമുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അവർ ഒറ്റപ്പെട്ടേനെ. അവർ കേരളത്തിലെ ഗവൺമെൻറ്റിനോട് പറഞ്ഞ ഒറ്റ കാര്യം, ഓഗസ്റ്റ് 24-ാം തീയതി 25-ാം തീയതി ക്യാമ്പ് പിരിയുന്നതിന് മുമ്പ് അവരോട് നേരിട്ട് പുനരധിവാസത്തെക്കുറിച്ച് സംസാരിക്കാൻ CM ചുമതലപ്പെടുത്തിയതനുസരിച്ച് അവരോട് സംസാരിച്ച വി വേണു IAS-നോട് അവർ പറഞ്ഞ കാര്യം, ഞങ്ങൾക്കിനി പാലായനം സാധ്യമല്ല. ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ ലോകം വലിയൊരു യുദ്ധത്തിൻ്റെയും പാലായനത്തിൻ്റെയും കെടുതികളുടെ ചോര കാണുകയാണ്. ഞങ്ങൾക്കിനി പാലായനം പറ്റില്ല. ചൂരൽമലയിലേക്ക് ഞങ്ങൾ വന്നത് പുതുമലയിൽ നിന്ന്. ഇനിയൊരു മല തേടി പോകുക സാധ്യമല്ല. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. ഈ കേരളത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ലോക മാതൃക, മുന്നനുഭവങ്ങളില്ലാത്ത, ഏതെങ്കിലും വിധത്തിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ലോക മാതൃകയെ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ടും കേരളത്തിലെ ജനത നൽകിയിട്ടുള്ള പിന്തുണ കൊണ്ടും ഞങ്ങളങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അത് യഥാർത്ഥമായി. പുഞ്ചിരിമറ്റത്ത് 1750 അടി മുകളിൽ പൊട്ടി ഉരുളിലാണ് ദുരന്തമുണ്ടായതെങ്കിൽ പുഞ്ചിരിയുടെ പുതിയ മുറ്റത്തേക്ക് അവരെ കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും കൂട്ടത്തിലായി എന്ന ആത്മവിശ്വാസത്തിലാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഉള്ള ആവേശവും കരുത്തുമാണ് DYFI പ്രഖ്യാപിച്ചതുപോലെയുള്ള ഈ പുതിയ അനുഭവങ്ങൾ. മിനിസ്റ്റർ, DYFI 178 കുടുംബങ്ങൾക്ക് TV കൂടെ നൽകുന്ന ഒരു ചടങ്ങാണ് ആയി മാറുകയാണ്. എങ്ങനെയാണ് മിനിസ്റ്റർ മൊത്തത്തിലുള്ള ഈ ഒരു പദ്ധതിയെ കാണുന്നത്? കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളുടെ നാളിതുവരെയുള്ള പ്രവർത്തനത്തിൽ ഉദാത്ത മാതൃകകളിൽ ഒന്നാണ്. അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുക, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക, ഈ രീതിയിലുള്ള പ്രവർത്തനത്തിനും അപ്പുറം സൃഷ്ടിപരമായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഒരു യുവജന പ്രസ്ഥാനം കേരളത്തിൽ ആദ്യമായി തെളിയിക്കുകയാണ്. ഇത് മറ്റെല്ലാവർക്കും മാതൃകയാവേണ്ടതാണ്. അവരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ചും അഭിമാന നിമിഷം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനവും ജനങ്ങളോട് സാധാരണക്കാരനോട് ജനങ്ങൾക്കുള്ള പ്രതിബദ്ധതയുടെ ഉദാത്തമായ ഉദാഹരണങ്ങളിൽ ഒന്നുമാണിത്. അതിൽ ജനങ്ങൾ സന്തോഷിക്കുന്നതോടൊപ്പം ഞങ്ങളും സന്തോഷിക്കുന്നു. നന്ദി മിനിസ്റ്റർ. ഏതായാലും ഈ ഒരു ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നോടിയായാണ് DYFI ഇത്തരത്തിൽ 178 കുടുംബങ്ങൾക്ക് TV കൂടെ നൽകുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടെ പുറത്തേക്ക് വരുന്നത്.